PSC ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ ഉത്തരം 22. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഉത്തരം രാഷ്ട്രപതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെന്റിലെ ഏറ്റവും വലിയ കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഉത്തരം 30. നാലാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ബ്രിട്ടൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം പാർലമെന്റിന്റെ നിയമസഭയുടെ അംഗബലത്തിന്റെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം 91 ഭേദഗതി. വർഷം 2003. ആറാമത്തെ ക്വസ്റ്റ്യൻ, അരുണാചൽ പ്രദേശിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം 55 ഭേദഗതി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, മിസോറാമിന് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം 53 ഭേദഗതി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റർ പാർലമെന്ററി യൂണിയനിൽ ഇന്ത്യ അംഗമായ വർഷം. ഉത്തരം 1949. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നിവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം 84 ഭേദഗതി. പത്താമത്തെ ക്വസ്റ്റ്യൻ, GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി. ഉത്തരം 101. വർഷം 2017. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഗോവയ്ക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം 56 ഭേദഗതി. 12ാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്തത്. ഉത്തരം ഹെർബർട്ട് ബേക്കർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഉത്തരം ഓർഡിനൻസ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപവൽക്കരിക്കാനുള്ള പ്രമേയം ആദ്യം അവതരിപ്പിക്കപ്പെടേണ്ടത്. ഉത്തരം രാജ്യസഭയിൽ. 15ാമത്തെ ക്വസ്റ്റ്യൻ, 14ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം. ഉത്തരം പുതുച്ചേരി. 16ാമത്തെ ക്വസ്റ്റ്യൻ, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ. ഉത്തരം GV മാവ്ലങ്കർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന താരം. ഉത്തരം പ്രസിഡന്റ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന പ്രകാരം ഇന്ത്യൻ പാർലമെന്റിലെ പരമാവധി നോമിനേറ്റഡ് അംഗങ്ങൾ. ഉത്തരം 14. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത്. ഉത്തരം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഉത്തരം ബ്രിട്ടൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയിൽ ഇപ്പോഴുള്ള പട്ടികകൾ. 12. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ. ഉത്തരം 11. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിനും അതുവഴി പാർട്ടികളുടെ പിളർപ്പിനും നിയന്ത്രണം കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം രാജീവ് ഗാന്ധി. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം. ഉത്തരം 1962. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ ചേർത്തിരിക്കുന്നത്. ഉത്തരം 3ാം ഭാഗം. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദമാണ് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് പ്രസ്താവിക്കുന്നത്. ഉത്തരം 1ാമത്തെ ഭാഗം. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. ഉത്തരം സച്ചിദാനന്ദ സിൻഹ. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി. ഉത്തരം 73ാം ഭേദഗതി. 29ാമത്തെ ക്വസ്റ്റ്യൻ, 1976 ഭരണഘടനയുടെ 42ാം ഭേദഗതിയിലൂടെ ലോക്സഭയുടെ കാലാവധി എത്ര വർഷമായി ഉയർത്തി. ഉത്തരം 6 വർഷം. 30ാമത്തെ ക്വസ്റ്റ്യൻ, അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഉത്തരം ആർട്ടിക്കിൾ 76. 31ാമത്തെ ക്വസ്റ്റ്യൻ,
മൗലിക കടമകളെ ഭരണഘടനയുടെ ഭാഗമാക്കിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 42. 32ാമത്തെ ക്വസ്റ്റ്യൻ. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഗവർണർ. 33ാമത്തെ ക്വസ്റ്റ്യൻ. മണി ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകുന്നത് ആര്? ഉത്തരം ഗവർണർ. 34ാമത്തെ ക്വസ്റ്റ്യൻ. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 110. 35ാമത്തെ ക്വസ്റ്റ്യൻ. ആരുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ നിയമസഭ പിരിച്ചുവിടുന്നത്? ഉത്തരം മുഖ്യമന്ത്രി. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംസാര സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്ന വകുപ്പ്? ഉത്തരം 19(2). 37ാമത്തെ ക്വസ്റ്റ്യൻ. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഉത്തരം ഗവർണർ. 38ാമത്തെ ക്വസ്റ്റ്യൻ. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നത് ആര്? ഉത്തരം ഗവർണർ. 39ാമത്തെ ക്വസ്റ്റ്യൻ. നിയമസഭയിൽ മന്ത്രിസഭയുടെ മുഖ്യ വക്താവ്? ഉത്തരം മുഖ്യമന്ത്രി. 40ാമത്തെ ക്വസ്റ്റ്യൻ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് ആര്? ഉത്തരം സ്പീക്കർ. 41ാമത്തെ ക്വസ്റ്റ്യൻ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി സാധാരണ നിയമിതനാകുന്നത്? ഉത്തരം പ്രതിപക്ഷ നേതാവ്. 42ാമത്തെ ക്വസ്റ്റ്യൻ. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം? ഉത്തരം 1962. 43ാമത്തെ ക്വസ്റ്റ്യൻ. പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ പേര്? ഉത്തരം റൈറ്റേഴ്സ് ബിൽഡിംഗ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ? ഉത്തരം 6. 45ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത്? ഉത്തരം ആർട്ടിക്കിൾ 19. 46ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന നടന്നത്? ഉത്തരം 7ാമത്തെ ഭേദഗതി. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത്? ഉത്തരം 123. 48ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്? ആർട്ടിക്കിൾ 32. 49ാമത്തെ ക്വസ്റ്റ്യൻ. പ്രസിഡന്റും ക്യാബിനറ്റും തമ്മിലുള്ള കണ്ണി എന്നറിയപ്പെടുന്നത്? ഉത്തരം പ്രധാനമന്ത്രി. 50ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ആർട്ടിക്കിൾ 40. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.